ഇതിനകത്ത് കേരള പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ ഈ സംഭവമുണ്ടായി കേരള പോലീസ് എത്തുന്നത് എപ്പോഴാണ്, ഉന്നത ഉദ്യോഗസ്ഥന്മാർ എത്തുന്നത് എപ്പോഴാണ്? ഒരു തെരഞ്ഞെടുപ്പ് കാലയളവല്ലെന്ന് തന്നെ വിചാരിച്ചു. ഒരു ബോംബ് നിർമ്മാണം ഉണ്ടാകുകയല്ലേ. ബോംബ് നിർമ്മാണം ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഉന്നത ഉദ്യോഗസ്ഥന്മാരെത്താൻ എത്ര മണിക്കൂറുകളെടുത്തു? അപ്പോൾ തെളിവുകളെല്ലാം തേച്ചു മാച്ച് കളയണം. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളല്ലേ ഇതിനകത്ത് പ്രതിപട്ടികയിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭാഷയിലെ ജീവൻ രക്ഷാ പ്രവർത്തകനായ അമൽ ബാബു, ആ അമൽ ബാബുവിൻ്റെ പശ്ചാത്തലം മിത്തലക്കുന്ന് പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തെ കോൺഗ്രസിൻ്റെ ഓഫീസ് 4 തവണ ആക്രമിച്ച കേസിനകത്തെ പ്രതിയാണ് ഇയാൾ. ഈ ഗുരുതരമായി പരിക്ക് പറ്റി കിടക്കുന്ന ആളും ആ കേസിനകത്തെ പ്രതിയാണ്. അപ്പോൾ ഇവരൊക്കെ തമ്മിൽ ക്രിമിനൽ ഇൻവോൾവ്മെൻറ്റുകളും ക്രിമിനലായിട്ടുള്ള പശ്ചാത്തലങ്ങളുണ്ട്. ഇനി അമൽ ബാബുവിൻ്റെ മറ്റൊരു പശ്ചാത്തലം പറഞ്ഞുതരാം. ടി പി വധക്കേസിനകത്ത് അപ്പീൽ പോയി ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ജ്യോതി ബാബു ഉണ്ട്. ആ ജ്യോതി ബാബുവിൻ്റെ സഹോദരപുത്രനാണ് ഈ അമൽ ബാബു. അപ്പോൾ ഈ വിഷയത്തിനകത്ത് മുൻപും ഈ കൊല്ലപ്പെട്ട ആൾ ഉൾപ്പെടെയുള്ള ആളുകൾ, കൊടിസുനി അടക്കമുള്ള ആളുകളുമായും ഒക്കെയുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ശ്രീമതി കെ ശൈലജയുമായിട്ടുള്ള ചിത്രവും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളും ഈ കേസിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളും തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ലിങ്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ CPMൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം അറിഞ്ഞിട്ട് അവരുടെ ഓർഡർ അനുസരിച്ചാണ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോംബ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് കേരള പോലീസിൻ്റെ അന്വേഷണം കുറ്റമറ്റതാകും എന്ന് വിചാരിക്കുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ മുള്ളാണിയും കുപ്പിച്ചിലിൻ്റെയും പിന്നാലെയാണ് കേരള പോലീസ്. എക്സ്പ്ലോസീവ് ഐറ്റംസ് എവിടെ നിന്ന് വന്നു എന്നതിനെപ്പറ്റി പരിശോധിക്കാൻ കേരള പോലീസ് തയ്യാറാകുന്നില്ല. കാരണം അങ്ങനെ അന്വേഷണം പോയാൽ ഈ മുള്ളാണിയിലും കുപ്പിച്ചിലിലും മാത്രമാണ് അന്വേഷണം നടക്കുന്നതെങ്കിൽ അത് പ്രാദേശികമായി തന്നെ ഒതുങ്ങി നിൽക്കും. എക്സ്പ്ലോസീവിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിലും ഇതുപോലെ ബോംബ് നിർമ്മിക്കപ്പെടുന്നതും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളും പുറത്തേക്ക് വരുമെന്നുള്ളതുകൊണ്ട് കേരള പോലീസ് ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്, കൺഫൈൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് സമഗ്രമായൊരു അന്വേഷണം. ക്വിറ്റ് ഇന്ത്യ സമരത്തിനിടയിൽ ബ്രിട്ടീഷുകാരുടെ ലാത്തിചാർജിൽ കൊല്ലപ്പെട്ട ആളാണല്ലോ മരണപ്പെട്ട ആളെ ഞാൻ പരിഹസിക്കാനായിട്ട് തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. എങ്ങനെ മരണപ്പെട്ടു എന്നുകൂടി നോക്കണ്ടേ. അയാൾ കൊല്ലപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ആര് കൊല്ലപ്പെടുമായിരുന്നു? കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി മന്ത്രിയാണ്, പാർട്ടി സെക്രട്ടറി അല്ല എന്നുള്ളൊരു വിവേകം ഇടയ്ക്കൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകണം. ഇതല്ലാതെ DYFIക്കാരെ തള്ളിപ്പറഞ്ഞാലും ബോംബ് സ്ഫോടനത്തെ തള്ളിപ്പറയില്ല എന്ന് പറയുന്നൊരു മെസ്സേജ് ഉണ്ടല്ലോ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. DYFIയെ തള്ളിപ്പറയാം. സത്യം പറഞ്ഞാൽ DYFIക്കാരായിട്ടുള്ള ചെറുപ്പക്കാരെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് വലിയ സഹതാപമാണ്. പകലന്തിയോളം പണിയെടുക്കണം. ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ തച്ചാൻ പോകണം, പോസ്റ്റർ ഒട്ടിക്കാൻ പോകണം, ചുവരെഴുതാൻ പോകണം, സ്ഥാനാർത്ഥിക്കുമ്പോൾ ബൈക്കുമായിട്ട് പോകണം, ഇടയ്ക്ക് വെച്ചിട്ട് ഗുണ്ടായിസം നടത്തണം. ഇതെല്ലാം കഴിയുമ്പോൾ ബോംബും ഉണ്ടാക്കണം. ഇത് കഴിഞ്ഞു കഴിഞ്ഞാലും തള്ളിപ്പറച്ചിൽ മാത്രമാണ് പാർട്ടിയിൽ നിന്നുണ്ടാകുന്നതെന്ന് പറയുമ്പോൾ ആ ചെറുപ്പക്കാർ കൂടി DYFIയിൽ പ്രവർത്തിക്കുന്ന യുവാക്കളായിട്ടുള്ള ആളുകൾ, അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ അടക്കമുള്ള യുവാക്കളായിട്ടുള്ള ആളുകൾ വിവേകത്തോടു കൂടി ആലോചിക്കേണ്ട, പുനർവിചിന്തനം നടത്തേണ്ടുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്ന് ശ്രീ MV ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ബോംബ് സ്ഫോടനത്തെ തള്ളിപ്പറയില്ല, സ്വന്തം ബഹുജന യുവജന സംഘടനയെ തള്ളിപ്പറയും എന്ന് പറയുമ്പോൾ നാട്ടിൽ പൊട്ടിത്തെറിക്കുന്ന ബോംബിൻ്റെ വില പോലും നിങ്ങൾക്കൊന്നും ആ പാർട്ടിയും പാർട്ടിയുടെ സെക്രട്ടറിയും തരുന്നില്ല എന്ന് അവർ മനസ്സിലാക്കിയത് നന്നായിരിക്കും. പോലീസിന്റെ FIRൽ തന്നെ വളരെ കൃത്യമായിട്ടുണ്ടല്ലോ പടക്കം പൊട്ടിയതാണ്. ഇനിയിപ്പം നാട്ടിലേതെങ്കിലുമൊക്കെ ഈ ഒരുപാട് ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയുന്ന ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഈ വെടിക്കെട്ട് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തത്തിന് നാളെ PK ഫിറോസിൻ്റെ തലയിൽ വരുമെന്ന് എനിക്കറിയില്ല ഇങ്ങനെ പോയാൽ. അല്ല, അതിനകത്ത് നമ്മുടെ ചോദ്യം നമ്പർ 1, എന്തുകൊണ്ടാണ് എക്സ്പ്ലോസീവ് സൈഡിലേക്ക് പോലീസിന് അന്വേഷണം പോകാത്തത്? അതല്ലേ ഏറ്റവും പ്രധാനമായിട്ട് അന്വേഷിക്കേണ്ടത്. കുപ്പിച്ചില്ല് പൊട്ടിച്ചെതറിയിട്ടല്ലല്ലോ, അല്ലെങ്കിൽ മുള്ളാണി പൊട്ടിച്ചെതറിയിട്ടല്ലല്ലോ ഈ കൊലപാതകവും മരണമൊക്കെ ഉണ്ടാകുന്നത്. എക്സ്പ്ലോസീവിലേക്ക് കേരള പോലീസിന് അന്വേഷണം പോകുന്നില്ല 1. 2, ഇതിൻ്റെ പർപ്പസ്, ഇൻറ്റൻഷൻ. ഇപ്പോൾ ബോംബ് നിർമ്മിക്കുന്നതിൻ്റെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടല്ലോ, ആ ഇൻറ്റൻഷൻ പാർട്ടിലേക്ക് കേരള പോലീസിന് അന്വേഷണം പോയതായിട്ട് നമ്മൾ ഇതുവരെ വായിച്ചിട്ടില്ല. ആ ഇൻറ്റൻഷൻ പാർട്ടി ചർച്ച ചെയ്യപ്പെടണ്ടേ, അത് അന്വേഷിക്കപ്പെടണ്ടേ? 3, ആ സ്ഥലത്തേക്ക് കേരള പോലീസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സംഘം എത്തുന്നത് മണിക്കൂറുകൾക്ക് ശേഷമാണ്. അവിടെയുള്ള മുഴുവൻ തെളിവുകളും നശിപ്പിക്കപ്പെട്ടു എന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് കേരള പോലീസ് ആ പ്രദേശത്തേക്ക് പോകുന്നത്. പിന്നെ കേരള പോലീസ് ഇപ്പം ഏതായാലും ഒരു അന്വേഷണ സംഘമല്ലേ, അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റാത്തതായ ചില കാര്യങ്ങളുണ്ടല്ലോ. ഒരു തരത്തിലും ചെയ്യാൻ ഇപ്പോൾ ആ ബോംബ് തന്നെ ഇവിടെ നിന്ന് പൊട്ടിയതാണ്, തന്നെ സ്വയംഭൂവായി നിർമ്മിക്കപ്പെട്ടതാണെന്നൊന്നും പറഞ്ഞ് വിശ്വസിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രമാണ് കേരള പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറം ഇത് ഒരു പാനൂരിലെ
ഒരു വാർഡിൽ മാത്രമായി പരിമിതപ്പെടുത്തേണ്ടുന്ന വിഷയമല്ലല്ലോ. ഇത് കേരളത്തിൽ എവിടെയൊക്കെ ഈ ബോംബിൻ്റെ പ്രയോജനം ഉണ്ടാക്കാനായിട്ട് ഇവർ ഉദ്ദേശിച്ചിരുന്നു. 8 ബോംബുകൾ പിന്നീട് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ആ പർപ്പസിലേക്ക് പോകണമെങ്കിൽ ഇത് ആദ്യത്തെ സംഭവമല്ലല്ലോ. ഒരു അന്യസംസ്ഥാന തൊഴിലാളി കൊല്ലപ്പെട്ടിട്ടില്ലേ? ഒരു സാധുവായ അന്യസംസ്ഥാന തൊഴിലാളി ആക്രി പറക്കാൻ പോകുന്നതിനിടയിൽ കൊല്ലപ്പെട്ടിട്ടില്ലേ ഇവരുടെ ഈ ബോംബ് നിർമ്മാണം കാരണം? ആ വിഷയത്തിനകത്ത് അന്വേഷണം പിന്നീട് എന്തായി? ആ വിഷയത്തിനകത്ത് അന്വേഷണം പിന്നീട് മുന്നോട്ട് പോയിട്ടുണ്ടോ? മുൻപ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സുബീഷിൻ്റെ കേസ്, ആ കേസിനകത്ത് അന്വേഷണം എന്തായി? അപ്പോൾ കേരള പോലീസ് തൽക്കാലം കണ്ണിൽ പൊടിയിടുന്നതിനപ്പുറം ഈ വിഷയത്തിൽ കേരളത്തിൽ ഈ ബോംബ് നിർമ്മിക്കാൻ പാടില്ല, അത് നമുക്ക് ഒരു തീരുമാനം എടുക്കണ്ടേ? തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തിനാ ബോംബ്? നമ്മൾ സാധാരണ ബോംബ് ആരുണ്ടാക്കുന്നതായിട്ട് കേട്ടിട്ടുള്ളത്? ബോംബ് ഉണ്ടാക്കുന്ന ഒന്നെങ്കിൽ സൈനികർ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ തകർക്കുവാൻ വേണ്ടിയിട്ട് തീവ്രവാദികൾ. ഇതിനകത്ത് ഏത് ഗണത്തിലാണ് CPM-നെ പെടുത്തേണ്ടത്? ഒരു മറുപടി പറയട്ടെ. അപ്പോൾ അതുകൊണ്ട് ഈ ബോംബ് രാഷ്ട്രീയം അവസാനിക്കണമെങ്കിൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം.